ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറേ വെറൈറ്റി ഹിപ്പീസ് ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് വാങ്ങാം. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തൂസിന് ഹിപ്പി വേണം. അത് വാങ്ങാൻ നിന്നപ്പോഴാണ് പല ഫ്ലേവറിലുള്ള ന്യൂഡിൽസ് കാണുന്നത് കേട്ടോ. അപ്പോൾ മുത്തൂസ് പറഞ്ഞു നമുക്ക് ഇതെല്ലാം വാങ്ങി ഒന്ന് ടേസ്റ്റ് ചെയ്താലോ എന്ന്. ഹിപ്പി മാത്രമല്ല ഇത്രയും നാൾ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് എനിക്കും തോന്നിയിട്ടു. മുത്തൂസ് പല ഫ്ലേവറിലുള്ള ന്യൂഡിൽസ് പാക്കറ്റ് ഇങ്ങനെ പറക്കി ഇടാണ് കേട്ടോ. ഇതിൽ കൊറിയനും ഇറ്റാലിയനും ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ന്യൂഡിൽസ് വാങ്ങി വീട്ടിലേക്ക് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇപ്പി കാണിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ 50 ടൈപ്പ് ഇപ്പികൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിട്ടാ സ്പെഷ്യൽ മസാല മാഗിയാണത്. സ്പെഷ്യൽ മസാല ടൈപ്പ് വരുന്ന ഒരു മാഗി. പിന്നെ നമ്മുടെ ഇതിന്റെ കൊറിയൻ BBQ വെജ്. കൊറിയൻ ഫസ്റ്റ് ടൈം കഴിക്കാൻ പോകണം കേട്ടോ. ഇത് കൊറിയൻ സ്പൈസി കിച്ചി വെജ്. മസാല വെജ് ആട്ട നൂഡിൽസ്. പുതിയ പുതിയ പേരുകളില്ല. ടോപ്പ് റാമിൻ ഫ്രൈ ചില്ലി. പിന്നെ സ്പൈസി ഗാർലിക്. നമ്മുടെ നോർമൽ സാധാ ഇപ്പി. ടോപ്പ് റാമിൻ കറിയാ. ഇതെന്താണ്? സ്പൈസി മഞ്ചൂരിയൻ. ഇതെന്താ? അത് നോക്കിയില്ലേ നമ്മള്? നോക്കിയാ? ഓക്കെ. അപ്പൊ ഇത്രയും ന്യൂഡിൽസ് ഉണ്ട്. അപ്പൊ ഇത് ഓരോന്നും ഞങ്ങള് കുക്ക് ചെയ്ത് ഇതിന്റെ ടേസ്റ്റ് എന്താന്ന് നോക്കലാണ് ഇന്നത്തെ വീഡിയോ. 9 എണ്ണം ഉണ്ട് കേട്ടോ. ഓരോന്നും കുക്ക് ചെയ്യുമ്പോഴും ഓരോ കവർ അതിന്റെ അടുത്ത് വെക്കണം കേട്ടോ. അത് ഞാൻ കവർ വെക്കാനുള്ള പ്ലാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ കുക്ക് ചെയ്യാൻ തുടങ്ങാണ് മുത്തൂസ്. ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു മതി. അത്ര മതിയാവും അല്ലേ? ആദ്യം നമുക്ക് സ്പൈസി ഗാർലിക്. ആദ്യം കുക്ക് ചെയ്യാൻ പോകുന്നത് സ്പൈസി ഗാർലിക് ആണ്. കട്ട് ചെയ്യണ്ടടാ. കട്ട് ചെയ്തിടണ. ഓരോന്ന് എടുക്കുമ്പോ ആ പ്ലേറ്റിന്റെ അടിയിൽ കവർ വെച്ചിരിക്കാണ് കേട്ടോ, തെറ്റി പോവാതിരിക്കാൻ. വെള്ളുള്ളി മണം. മസാല ഇത് ഗാർലിക് ആയതുകൊണ്ട് നല്ല ഗാർലിക്കിന്റെ മണം ഉണ്ട്. ഗ്യാസ് വരില്ല എന്ന് മുത്തൂസ് പറയുന്നത്. നൂഡിൽസ് ഏകദേശം സെയിം തന്നെയാന്ന് തോന്നുന്നു. ഇതിലിടുന്ന മസാലയുടെ വ്യത്യാസമാണ് തോന്നുന്നു അല്ലേ മുത്തേ? മേ ബി. ഓക്കെ, ഫസ്റ്റ് നൂഡിൽസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര എണ്ണം ഉണ്ട് മുത്തേ? 8 എണ്ണം. ടോട്ടൽ 9 എണ്ണം ഉണ്ട് കേട്ടോ. 9. ടേസ്റ്റ് ഇല്ലേ? ഗാർലിക്കിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മസാല ഇട്ടു. നല്ലൊരു ലൈറ്റ് റെഡ് അല്ലേ ഈ മസാലക്ക്? മുളക് പൊടിയാണ്. മുളക് പൊടിയാണ്. മുളക് മിക്സ് ചെയ്ത് കൊടുക്കും. വെള്ളം എത്രയും വേണ്ടായിരുന്നു അല്ലേ മുത്തേ? സാരില്ല, വെട്ടിക്കോളൂ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നൂഡിൽസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് വെള്ളം കൂടി ഉണ്ട്, അതും കൂടി വെട്ടണം. ഇത് മുഴുവൻ റെഡിയാക്കി വരുമ്പോൾ ടൈം ഒരുപാട് പിടിക്കുമല്ലോ മുത്തേ? ഇല്ല, 2 മിനിറ്റ് മതി അല്ലേ ഇത് വേവാൻ? ഒരെണ്ണത്തിന് 2 മിനിറ്റ്. അപ്പൊ ടോട്ടൽ എത്ര മിനിറ്റ് ആണ് മുത്തു? 18 മിനിറ്റ്. ഓ, 18 മിനിറ്റ്. മൾട്ടിപ്ലിക്കേഷൻ അറിയണം. മുത്തൂസിന്റെ മാത്സിന് കുഴപ്പമില്ല കേട്ടോ. 9 × 9 81. ഇനി കേൾക്കില്ല. മാത്സിൽ പുലിയാന്ന് മനസ്സിലായി. ഫ്രണ്ട്സ്, എപ്പോൾ നമ്മൾ മാറ്റണം. അത് ഇരിഞ്ഞൊന്ന് വലിയും കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫസ്റ്റ് നൂഡിൽസ് പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഓക്കെ, ഇപ്പൊ ടേസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ, എല്ലാം ലാസ്റ്റ്. നമ്പർ 2 ഇപ്പൊ റെഡിയാക്കാൻ പോവാണേ. 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊറിയൻ വെജി. നമ്മളെ വെജീസ് ഫസ്റ്റ് ഇടണം ഫ്രണ്ട്സ്, കാരണം വെജീസ് വേവണം. നോക്കിയേ, പേപ്പർ നുറുക്കല്ലാട്ടത്. കൊറിയൻ വെജീസ് ആണ്, അതാണ് ഫസ്റ്റ് ഇടേണ്ടത്. ഈ മസാല ഇതൊന്ന് വേവണം കേട്ടോ ഫ്രണ്ട്സ്. ഇതെന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, എന്താണെന്ന് കഴിച്ച് നോക്കുമ്പോഴേ അറിയുള്ളൂ. അതിനുശേഷം നമ്മൾ ഇടേണ്ടത് നമ്മുടെ ചക്കപ്പഴങ്ങൾ. നോക്ക് ഫ്രണ്ട്സ്, എന്തൊരു കട്ടിയുള്ള നൂലാണ്. കൊറിയൻ വെജീസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. മസാലയും കൂടി ഉണ്ട്. ഓക്കെ, ഇതിന് ഇനി ഒരു മസാലയും കൂടി ഉണ്ട് കേട്ടോ.
ഇതിന് എക്സ്ട്രാ ഉള്ളത് കുറെ വെജിറ്റബിൾസ് കട്ടിങ്സ് ആണ്, പേപ്പർ പോലെ. എന്തോ ഒരു സംഭവം അല്ലേ, വെജിറ്റബിൾസ് ആണ് അത്. എന്തോ കൊറിയൻ വെജിയിൽ അപ്പൊ എക്സ്ട്രാ ഉള്ള ഐറ്റം ആണ് ഇത് കേട്ടോ, ഈ വെജിറ്റബിൾസ്. അത് ഫസ്റ്റ് ഇടണം നമ്മള്. ഫസ്റ്റ് ഇടണോ എനിക്കറിയില്ല കേട്ടോ, ഞാൻ വെജിറ്റബിൾ വേവണ്ടേന്ന് വെച്ചിട്ടിട്ടത്. അതെ, വെജ് എന്ന് പറയുമ്പോ വെജിറ്റബിൾ ആണല്ലോ, അപ്പൊ അത് വേവണ്ട വരും. കണ്ട, അത് നല്ല ഇത്തിരി വലുതായി വരുന്നുണ്ട് ആ വെജിറ്റബിൾസ്. ഫ്ലെയിം ലോ ആക്കിയ മുത്തേ, എന്നാലാണ് വേവുള്ളൂ. ഇതില് 1/4 ഭാഗം വേവായതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മസാല ചേർക്കുക. ഇതെന്താണ് മുത്തൂസ് ഇവിടെ മസാല കഴിച്ചോകുന്നു? കൊറിയൻ വെജ് എങ്ങനെയുണ്ട്? കൊറിയൻ മസാല. കൊറിയൻ മസാല നമ്മുടെ ഒരു കൊറിയനും കൂടി ഉണ്ട്. കൊറിയൻ BBQ വെജ് ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. അറിയില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇതുപോലത്തെ കൊറിയൻ വെജ് നൂഡിൽസ് ഒക്കെ ട്രൈ ചെയ്യുന്നത്. ഞാൻ ആകെ കഴിച്ചിട്ടുള്ളത് മാഗി, പീപ്പിര, ഓറഞ്ച് അല്ല പർപ്പിള്, ഗ്രീന്, അതൊക്കെയാണ് ഞാൻ കൂടുതൽ കഴിച്ചിട്ടുള്ളത്. ഓറഞ്ച്, നമ്മളെ ഈ പിര ഓറഞ്ച് കൊണ്ടിട്ടാ കയ്യില്. അതെ, ഇത് നമ്മളെ ഇതിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിക്കാം. അപ്പൊ ഞങ്ങൾ ഇത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ വെറൈറ്റി എല്ലാതും ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് വെച്ചിട്ടാണ് വാങ്ങിയത്. ഇതിലേതൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. ഇത് 1/4 ഭാഗം വേവായിട്ടുണ്ട്. അപ്പൊ മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ടില്ലല്ലേ, കൊറിയക്കാരല്ലേ, അവരെ കുറ്റം പറയല്ല കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കും. BTS ഒക്കെ കൊറിയല്ലേ? അതെ ഫ്രണ്ട്സ്, BTS ഫാൻസ് കമന്റ് ചെയ്യട്ടോ. എനിക്ക് കുറച്ച് ഇഷ്ടം, 50-50 ആണ്. BTS ലവർ ആണ് ഞാൻ. ഒക്കത്തിന് വേറെ വേറെ സ്മെല്ല അല്ലേ? ലോ ഫ്ലെയിം ആക്കൂട്ടാ, അത് വേവണത്, അല്ലെങ്കിൽ വല്ല വയറുവേന വരും. പെട്ടെന്ന് കുക്കാവും. പച്ചക്കറിയൊക്കെ ചക്കപ്പനായി. അപ്പൊ കൊറിയൻ വെജ് ഇവിടെ റെഡി ആയിട്ടോ. അപ്പൊ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. കൊറിയൻ വെജ് റെഡിയായി. ഓക്കെ, കൊറിയൻ വെജിക്ക് ഒരു സ്പെഷ്യൽ സ്മെല്ല് കേട്ടോ ഫ്രണ്ട്സ്. കഴിക്കുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം ഞങ്ങൾ ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല. നമുക്ക് ടേബിൾ വയ്ക്കാം ഫ്രണ്ട്സ്. ഇനി അടുത്തത് കഴിക്കാം. നമ്മുടെ 3ാമത്തെ ഐറ്റം ആയിട്ടുള്ളൂ. 3ാമത്തെ നൂഡിൽസ്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇത് മാഗിയുടെ സ്പൈസി സ്പെഷ്യൽ മസാല സ്പൈസി യമ്മി. ഓരോന്നോരോന്ന് മുത്തൂസ് ഇളക്കിയിടുന്നുണ്ട്, മറച്ചിടുന്നുണ്ട്. പെട്ടെന്ന് ആവാനാണ് കേട്ടോ. മുത്തൂസ് ഓരോന്ന് റെഡിയാക്കിയിട്ട് മുത്തൂസിനെ കഴിക്കാനായിട്ട്, മുത്തൂസിന് മാത്രമല്ല കേട്ടോ, എനിക്കും ഇത് ടേസ്റ്റ് ചെയ്യാനൊരു ക്യൂരിയോസിറ്റി അല്ലേ മൊത്തേ. നമ്മുടെ ഒരു ഭൂമിയിൽ എന്തോരം സാധനങ്ങളല്ലേ, പേരറിയാത്തത് അറിയുന്നതായിട്ടും കഴിക്കാത്ത. അതെ, നമുക്ക് ഒരു ദിവസം മന്തി കഴിക്കാൻ പോകണം. മന്തിയോ? നമ്മൾ ഇതുവരെ മന്തി കഴിച്ചിട്ടില്ല അല്ലേ ഫ്രണ്ട്സ്? ഞങ്ങൾ ഇതുവരെ മന്തി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ആദ്യം പുറത്തേക്ക് പോയിക്കില്ല. അച്ഛൻ വരുന്ന ടൈമിലാണ് പുറത്തുനിന്ന് ഇങ്ങനെ ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലും കഴിക്കാറ്. അതെ, ഞങ്ങൾ തന്നെ പോയി അങ്ങനെ ബിരിയാണി ഒന്നും കഴിക്കാറില്ല കേട്ടോ. ഇത്ര വലുത് ജസ്റ്റ് ജ്യൂസ് മാത്രമാണ് കഴിക്കാറ്. ഇതിൽ ബാക്കി ഉണ്ടായിരുന്ന എന്ത് മസാലയാണിത്? ഇതിന് കളറ് കുറവാ അല്ലേ? റെഡ് കളർ കുറവാ ഈ മസാലക്ക്. ഇതിന് വെജില്ല. ഇതിന് വെജ് തന്നെ വെജില്ല. ഇതില് വെജില്ല അല്ലേ? പച്ചക്കറി കൊച്ചുമുളക് പോട്ടിട്ട കളർ വരുന്നില്ല അല്ലേ? ഇത് റെഡ് കളർ ആവില്ല. ഇന്നത്തെ ലഞ്ച് ഇതാണ് കേട്ടോ. ഡിന്നർ. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ വൈകിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഡിന്നറാണ്. മുത്തൂസ് പിന്നെ ഇപ്പോഴും ലഞ്ച് ടൈം ആയിട്ടുള്ളൂ. ഫ്രണ്ട്സ്, ഇതില് ടോപ്പ് ഗ്രീൻ ഫെറി ചില്ലി എന്നുള്ളതിന്റെ കളർ നോക്കുക ഗൈസ്. ഓ, അതിന് മാത്രം റെഡ് കളർ അല്ലേ? സ്പൈസ് ഫ്രൈറി ചില്ലി. ചില്ലി നല്ല എരിവാട്ടോ അതിന്. മുത്തൂസിന്റെ എരിവ് ഒട്ടും പറ്റാത്ത ആളാണ്. അപ്പൊ അതിന് നല്ല എരിവുണ്ടാവും. പക്ഷെ നമ്മൾക്ക് ഇങ്ങനത്തെ ഇഷ്ടമുള്ള ചലഞ്ചില് അങ്ങനത്തേലൊക്കെ നമ്മൾ എരിവ് എത്ര വേണമെങ്കിലും അടിച്ചു നോ പ്രോബ്ലം. മുത്തൂസിന് ഇങ്ങനെ ഇഷ്ടമുള്ള ഐറ്റംസിനൊക്കെ എരിവ് എന്തോരം വേണമെങ്കിലും ആയിക്കോട്ടെ. എല്ലാ കറിങ്ങാനും നമ്മൾ വെച്ചിട്ട് മുത്തൂസ് ഏത് കഴിക്കെന്ന് പറഞ്ഞ മുത്തൂസ് അയ്യോ എരിവ് എന്ന് പറഞ്ഞോണ്ടിരിക്കും. അടുത്ത നൂഡിൽസും ഇവിടെ റെഡി ആയി ഫ്രണ്ട്സ്. അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം.
ഓക്കെ മാറ്റി. അവതാർ 4. അവതാർ 4. ഇനി അടുത്ത നൂഡിൽസിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാണ് മുത്തൂസ്. ആഹാ, ഇതിനങ്ങനെ പൊട്ടിക്കുന്നേ? ഓഹോ, അതേതാണ്? ഓ, ഇത് ചില്ലിരിയാണ് കേട്ടോ ഫ്രണ്ട്സ്. നല്ല റെഡ് കളറ് ഈ നൂഡിൽസിന് തന്നെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഓഹോ, റെഡാണ്, നല്ല യെല്ലോ കളറ് അല്ലേ? ഇത് എത്ര സ്പൈസി ആവുന്നാണ് ഇനി കണ്ടറിയണം. എന്താ മസാലക്ക് ഭയങ്കര എരിവാ? അമ്മേ, മസാലക്ക് നല്ല എരിവുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. മുത്തൂസ് ആ മസാല ഒന്ന് തൊട്ട് വായല വെച്ചോളൂ. നല്ല എരിവാണ് കേട്ടോ. കേട്ടോ. ഓ, ഇതിനെന്നെ നല്ല എരിവുള്ള പോലെ തോന്നുന്നുണ്ട്. കുത്തുകളൊക്കെ കൂടി പൊട്ടിച്ചിട്ടേക്ക ഫ്രണ്ട്സ്. ഇത് ഞാൻ വായ വെക്കാൻ തോന്നല്ലേ. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല ഇഷ്ടാവും മുത്തേ. എരിവ് ഇഷ്ടമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത പോപ്പ് റാമിൻ ഫയറി ചില്ലി കൊറിയറല്ലേ മിസ്സിൻ എന്ന് പറഞ്ഞ എന്റെ നാക്കുമ്പോ പുല്ല് പോലും മുളക്കില്ല. നാക്കുമ്പോ പുല്ല് പോലും മുളക്കില്ല. അല്ല, ഒരു ഇതല്ലേ പഴഞ്ചൊല്ലേ. ഒരു പഴഞ്ചൊല്ല് ഇപ്പൊ ഇവിടെ മുത്തൂസിന്റെ നാക്കുമ്മയായിപ്പോയി മാത്രം. ഫ്രണ്ട്സ്, നമുക്ക് ഓഫ് ചെയ്യാം. ഇച്ചിരി വെള്ളത്തോട് കൂടി ഇത് സർവ് ചെയ്താലാണ് നമ്മൾ കഴിക്കാൻ നേരത്തെ നല്ല കറക്റ്റ് ഇതിനിരിക്കുള്ളൂ. ബാക്കിയുള്ളത് അവിടെ കട്ട് ആയിരിക്കും കേട്ടോ ഫ്രണ്ട്സ്. കാരണം എല്ലാതും റെഡി ആക്കിയിട്ട് വേണമല്ലോ കഴിക്കാനായിട്ട്. അതാണ്. അടുത്ത ഇപ്പി മസാലയും റെഡിയായി മുത്തൂസ്. ടേബിളിലേക്ക് അടുത്തത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നമ്മള് ഇപ്പൊ ഇടാൻ പോകുന്നത് ടോപ്പ് റാമീൻ കറിയാണ്. അടുത്തതും ഇവിടെ ഇടാൻ പോവാണ് മുത്തൂസ്. ഓഹോ, ഇത് നല്ല കട്ടിയാണ് കേട്ടോ ഫ്രണ്ട്സ്. നല്ല നല്ല വലുത് അല്ലേ? ഇതിന് ഇത്രയും വെള്ളം മതിയാ മുത്തേ? എല്ലാത്തിൻ്റെ അത്രയും വെള്ളം? കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. കാരണം അത് ചക്കപ്പനാണ്, വലുതാണ് കേട്ടോ. 6ാമത്തെയാണ് ഇത് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. 6th നൂഡിൽസ്. ഫ്രണ്ട്സ്, ചക്കയിലേക്ക് മസാല ഇടാം. ചക്കയിലേക്ക് മസാല ഇടാം മുത്തൂസ്. ഇത് വലിയ നൂലായ കാരണമാണ് കേട്ടോ മുത്തൂസ് പറയുന്നത്. ഇതിന്റെ മസാലയൊക്കെ യെല്ലോ കളറാണ് അല്ലേ? ഫസ്റ്റ് ഉണ്ടാക്കിയ 2ാമത്തിൻ്റെയാണ്. പിന്നെ സ്പൈസീരിയാണ് നല്ല റെഡ് ആറുന്നത്. നല്ല വിട്ടുണ്ട് അല്ലേ ഓരോ ലെയറിനും. ഇപ്പി മാത്രം കണ്ട് അപ്പൊ നമുക്ക് ഇപ്പി ഉണ്ടാക്കണ്ട മുത്തേ. എന്താണെന്നറിയോ, നമുക്ക് ഇപ്പി നമ്മുടെ എന്നും ടേസ്റ്റ് ചെയ്യുന്നതല്ലേ. അപ്പൊ നമ്മുടെ ഇപ്പിയുടെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കിയുള്ളതിന്റെ ടേസ്റ്റ് നമുക്ക് നോക്കാം. വെറൈറ്റിയുടെ ഒക്കെ ടേസ്റ്റ് നോക്കാം നമുക്ക്. അപ്പൊ ഇതും റെഡി ആയിട്ടുണ്ട്. 6ാമത്തെ നൂഡിൽസും ഇവിടെ റെഡിയാക്കാൻ പോവാണ് ഫ്രണ്ട്സ്. മസാല വെജ് ആട്ട നൂഡിൽസില് ഗ്രീൻ പീസ് ഉണ്ട് മസാല. ഓ, പട്ടാണിക്കടല. എന്തിട്ടാ? ഏതാത്? ആട്ട നൂഡിൽസ്. ആട്ടയിൽ നമ്മൾ ആദ്യമായിട്ടോ. എല്ലാതും ആദ്യമായിട്ട് തന്നെ. മറ്റേതൊക്കെ ഇതുപോലത്തെ സെയിം ഏകദേശം. പിന്നെ മറ്റേത് ഇതല്ലേ, ഒരെണ്ണം വീതി കൂടിയ ലെയറില്ലേ? ഇത് ശരിക്കും ഇപ്പീരെ പോലെ തന്നെ അല്ലേ? കാണുമ്പോ ഇത്തിരി കളർ ചേഞ്ച് ഉണ്ട്. ഇത്തിരി ഡാർക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഗ്രീൻ പീസ് കണ്ടത്. ഓ, കണ്ടോ ഫ്രണ്ട്സ്, ഈ മസാലയില് ഗ്രീൻ പീസ്. പക്ഷെ അത് വേവണം തോന്നണില്ല. അത് വേവും, ജസ്റ്റ് ഒന്ന് ആവി കയറിയ വേവണതാന്ന് തോന്നുന്നു. നമ്മുടെ ഗ്രീൻ പീസ് കടലല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് മുത്തസ്. അത് അമ്മങ്ങണ്ട. അപ്പൊ അത് ഗ്രീൻ പീസ് കടലേ ആവില്ല. അത് വേറെ എന്തോ സംഭവമാണ് കേട്ടോ ഫ്രണ്ട്സ്. ഗ്രീൻ പീസ് കടലൊക്കെ വീർത്തു. ഗ്രീൻ പീസ് കടലയാണോന്ന് അറിയില്ല, പക്ഷെ അതൊക്കെ നല്ലോണം വീർത്തു കേട്ടോ ഫ്രണ്ട്സ്. കഴിക്കുമ്പോഴേ അറിയുള്ളൂ ഇത് ഗ്രീൻ പീസ് കടലയാണോ എന്താണെന്നുള്ളത്. അപ്പൊ അടുത്തതും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഓഫ് ചെയ്യാം. ഇപ്പൊ ഇവിടെ കിച്ചണിൽ ഒരു സ്പെഷ്യൽ സ്മെല്ലാണ് കേട്ടോ എല്ലാത്തിൻ്റെയും കൂടെ അല്ലേ മൊത്തേ? 2 കൂടി ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതും നമ്മുടെ ടേബിളിലേക്ക്. അടിപൊളി, നല്ല ഭംഗിയുണ്ടായിരിക്കും അവിടെ. 1 2 3 4 5 6. അടുത്ത നൂഡിൽസും റെഡിയാക്കാൻ പോവാണ്. 7ാമത്തെ നൂഡിൽസ്. സ്പൈസി മഞ്ചേരിയൻ
മഞ്ചൂറിയൻ സ്പൈസി മഞ്ചൂറിയൻ. അടിപൊളി. ഇതെല്ലാം കൂടി ടേസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും മുത്തേ? ഇതിലും മസാല ഇടാൻ പോവാണ്. സ്പൈസി പക്ഷെ ഇതിലെ കുത്തുമുളക് പൊടി പോലെ ഉണ്ട് മുത്തേ. എന്തോ കണ്ട കുത്തുമുളക് പൊടിയുടെ എന്തോ ടൈപ്പാണ്. അതാണ് സ്പൈസി. ഇതും നല്ല എരിവായിരിക്കണം. 7th നൂഡിൽസും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കളറില്ല അല്ലേ ഇതിന്? ചില മസാലക്ക് നല്ല റെഡ് കളറായിരിക്കും അല്ലേ? ഇതെന്താണോ ഫ്രണ്ട്സ്? ഇതെന്താ പുളി വെള്ളായിരിക്കും തോന്നുന്നു മുത്തത്. എന്താണ് അതിന്റെ പേര്? BBQ. ഓ ദൈവമേ, ഇതിലെ മസാല നോക്കൂ ഫ്രണ്ട്സ്. മുത്തൂസിന്റെ കിളി പോയി. ചിലപ്പോ അത് പുളി വെള്ളാവും മുത്തേ. നമുക്ക് നോക്കാം. ഇത് റെഡി ആയിണ്ട് മുത്തേ. അപ്പൊ അടുത്തതും ടേബിളിലോട്ട്. ഫ്രണ്ട്സ്, ലാസ്റ്റ് ഇപ്പൊ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആക്കാൻ പോവാണ്. എത്രാമത്തെ മുത്തേ? 8 അല്ലേ? 8ാമത്തെ. മസാലയുടെ കളറും ഭയങ്കര റെഡ് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ ഇതിലുള്ളത് നല്ല റെഡ് കളർ. എന്തോ പുളിവെള്ളാണെന്ന് തോന്നണില്ല. കണ്ടോ? നല്ല റെഡ് കളറുള്ളൊരു വെള്ളം. എന്തോ ഒരു വെള്ളം. അപ്പൊ ആദ്യം ഇപ്പിടാണ് കേട്ടോ. ഇതും വലിയ ലെയറാണ് അല്ലേ? അപ്പൊ ഇത് റെഡി ആവട്ടെ കേട്ടോ. മസാല ഇടണം. ടൈം ആവുമ്പോ നമുക്ക് കാണാം. നൂഡിൽസ് സീസണിങ് ഓയിൽ. ഓയിലാ? നൂഡിൽസ് സീസണിങ് ഓയിൽ ആദ്യമായിട്ട് കാണാം അല്ലേ? അതിന് എരിവുണ്ടോന്ന് അറിയില്ല കേട്ടോ. എരിവുണ്ടാവില്ല അല്ലേ? ഓയിലല്ലേ അല്ലേ പറയുന്നേ? പിന്നെ ഷോപ്പ് കളർ ഓയിലുണ്ടോ? അറിയില്ല. എന്തോ ഒരു സ്പെഷ്യൽ ഓയിൽ ഫ്രണ്ട്സ്, അത്ര അറിയാം. അതൊക്കെ ആഡ് ചെയ്തിട്ട് എന്താവോന്ന് നോക്കാട്ടോ ഫ്രണ്ട്സ്. ആദ്യം നമുക്ക് അതിന്റെ ചുമലപ്പൊടി ഇടാം. ചുമലപ്പൊടി എന്തിരുട്ട് കളറാ ഈ മസാലക്ക്. മുത്തൂസരിഞ്ഞിട്ടൊന്നും ഇത് കഴിക്കില്ല. ഇപ്പൊ എത്ര മുത്തൂസ് എരിവുള്ളത്? 3 ഉണ്ട് കേട്ടോ. ഇതേം കൂടി ചുമലപ്പൊടി ഇടാം. ഓയില് മറ്റേ അതിൽ വേണ്ട. അപ്പൊ തന്നെ ഒഴിക്കാം. എങ്ങനെ ഒഴിക്കാന്നത് അറിയില്ല കേട്ടോ ഫ്രണ്ട്സ്. എന്തിരോ റെഡ് കളറാവത്തെ. കടുംചൂപ്പ്. ഈശ്വര, ഇത് കഴിച്ചിട്ടുള്ളവർ കമന്റ് ചെയ്യണേ. ഇതെന്നെയും കൊണ്ടേ പോവൂ. പക്ഷെ ഇതിന് എരിവുണ്ടാവണം എന്നില്ല കേട്ടോ മുത്തൂസേ. റെഡ് കളർ കണ്ടെന്ന് വെച്ചിട്ട് റെഡ് കളർ കണ്ടെന്ന് വെച്ചിട്ട് എരിവുണ്ടാവണം എന്നില്ല. എങ്കിലും നോക്കി നോക്കാം ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ അടുത്ത അവതാറ് റെഡി ആയിട്ടുണ്ട്. അടുത്ത ഇപ്പിയും ഇവിടെ റെഡി ആയി ഫ്രണ്ട്സ്. അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. 8ാമത്തെയും നമ്മുടെ ടേബിളിലേക്ക്. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാല് ദുബായിലുള്ള എന്താ പറയാ ഫങ്ഷൻ അല്ല മുത്തേ? ഇതൊരു ഭംഗിയൊക്കെയാണ്. വാവ് മുത്തൂസേ, ഒരു കേക്ക് എൻ്റെ അടുത്തിരുന്നേ. മറ്റേ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ 1 2 3 4 5 6 7 8 ഇപ്പി ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോ മുത്തൂസ് ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമ്മള് ആട്ടയാണ് മസാല വെജ് ആട്ടയാണ് റെഡി കഴിക്കാൻ പോകുന്നത്. കുഴപ്പമില്ല. ഒരു 100ൽ ഒരു 80 കൊടുക്കാം അല്ലേ? ഓക്കെ. ഇനി അടുത്തത് എന്താണ്? ടോപ്പ് റാമീൻ കറി. എന്താണ്? എന്താ എരിയുണ്ടാ? ടേസ്റ്റില്ലേ? ഇല്ല ഫ്രണ്ട്സ്. അപ്പൊ ഇത് ടേസ്റ്റ് മുത്തൂസിന് ടേസ്റ്റ് ഇല്ല എന്നാണ് മുത്തൂസ് പറയുന്നത് കേട്ടോ. കണ്ടോ? ഇത് മുത്തൂസിന് ടേസ്റ്റ് ഇല്ല. ഇനി അടുത്തത് ചില്ലി ട്ടോ. ഇത് ചില്ലി. ഇത് ഇത്ര മതി മുത്തൂസിന് എരിവുള്ള കാരണം. എരിവ്
പണി കിട്ടി. അത് ലാസ്റ്റ് കഴിച്ചാൽ മതിയായിരുന്നു മുത്തേ. ബാക്കി ഒരുപാട് ഇത് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. അത് ലാസ്റ്റ് റെഡി ആക്കിയതല്ലേ. അതിനൊരു ഭയങ്കര റെഡ്. എങ്ങനെ അതിനത്ര എരിവില്ല അല്ലേ? എരിണ്ടാ കിളി പോയാ? അത് വേണ്ട. ഇനി അടുത്തത് എന്താണ്? കൊറിയൻ സ്പൈസി കിംചി. ഇനി അടുത്തത് എങ്ങനെയുണ്ട് മുത്തൂസേ? 50. അപ്പൊ ഇതിന് 50 മാർക്കാണ് മുത്തൂസ് കൊടുക്കുന്നത്. ഗാർലിക്. ഇനി ഇത് എന്താണ്? ഗാർലിക്. സ്പൈസി ഗാർലിക്. ഇത് സ്പൈസി ഗാർലിക് ആണ് കേട്ടോ. സ്പൈസി ഗാർലിക് കുഴപ്പമില്ല. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തത് കൊണ്ട് മുത്തൂസിന് എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല അല്ലേ? ഇതിന് ഗാർലിക്കിന്റെ ടേസ്റ്റ് ഉണ്ട്. ഇതിന് അതെ, ഇതിനധികം വരില്ലേ? അടുത്തത് നമ്മുടെ സ്പെഷ്യൽ മസാല 2 മിനിറ്റ് മാഗി. മാഗി ഞാൻ എടുത്ത് നോക്കാം. മാഗി അല്ലേന്ന് വെച്ചിട്ടുണ്ടോ? ഓക്കെ, ടേസ്റ്റ് ഉണ്ടോ? സാധാ പോലെ അല്ലേ? സ്പൈസി മിച്ചോറിയൻ. വെജിറ്റബിൾ ഇട്ടതാ? ഇതല്ലേ വെജിറ്റബിൾ ഇട്ടത്? ഓക്കെ. ഇതേതാണ്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇത് രണ്ട് ഏകദേശം സെയിം അല്ല. അതെ, എനിക്കാണെങ്കിൽ കൂടുതൽ ഇഷ്ടമായത്. ഇത് കൂടുതൽ ഇഷ്ടമായത് അല്ലേ? ഓക്കെ, നമുക്കപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ ആരവിനെയും ആരോണിയും വിളിക്കാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ആരോണിയൊക്കെ വിളിച്ചിട്ടുണ്ട്. അവർ വരും. ഇരുട്ടാണ്. ആരോവും ഇത് മാം ഇവിടെ നമ്മുടെ ഇപ്പി ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ട് എത്തിയിട്ടുണ്ട്. വരൂ. ഡെലീഷ്യസ് ഇപ്പി. പല ഫ്ലേവർ. അപ്പൊ ടേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ 1 by 1 ആയി ടേസ്റ്റ് ചെയ്തോളൂ. വയറ് നിറച്ച് കഴിച്ചോ? ഇപ്പൊ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം അഭിപ്രായങ്ങള്. എല്ലാത്തിനും ടേസ്റ്റ് ചെയ്യും. ഫസ്റ്റ് നമ്മുടെ ആരോണാണ് ഇവിടെ ടേസ്റ്റ് ചെയ്യുന്നത്. കളത്തിലിറങ്ങിക്കുന്നത് എടുത്ത് കഴിച്ചോ? എടാ, അതൊന്നും മര്യാദക്ക് എടുത്ത് കഴിക്കത്. കുറച്ച് കഴിച്ചാൽ നിനക്ക് ടേസ്റ്റ് മനസ്സിലായ? എങ്ങനെയുണ്ട്? ഓക്കെ, ടേസ്റ്റ് ഉണ്ടാ? ഇതിനടുത്തത് പോയാ? ഒന്നും മനസ്സിലാവില്ലേ? കഴിച്ചോ? അതും ഒരു ഫീലിങ്സും ആരോണിന്റെ മുഖത്ത് വരുന്നില്ല അത് കഴിച്ചിട്ട്. അപ്പൊ അടുത്തത് സ്പൈസി. ഓക്കെ, ഇത് അധികമില്ല. അതെ. ഓക്കെ. അടുത്തത് അതിനേക്കാൾ ഇത്തിരി കൂടി എരിവുണ്ട്. പിന്നെ നല്ല ഇത് മസാല. അതെ, അതിൽ കുറെ വെജിറ്റബിളിന്റെ എക്സ്ട്രാ മസാല കിട്ടിയടാ. അതില് 2 മസാല പാക്കറ്റ് ഉണ്ടായിരുന്നു അതിന്. അത് കുറഞ്ഞ വെജിറ്റബിൾസിന്റെ മസാല പാക്കറ്റും ഒരെണ്ണം വേറെ സാധാ നമ്മുടെ പൊടി മസാല. ഗാർലിക് എടുത്തോ? അങ്ങനെ എരുണ്ടോ? ഇവിടെ എല്ലാത്തിനും എരിവാ. അതെ, ഇല്ല.
എല്ലാത്തിനും എരിവ്. അതെ പിന്നെ വേറൊരു ടേസ്റ്റും വരെയൊക്കെ വരണില്ല. അതെ പിന്നെ ചെറിയ flavour. അതെ. അടുത്തത് നോർമല് മാഗിയ നോർമല് മാഗി. അതെ അതെ അത് നോർമലാ. മനസ്സിലായില്ല കേട്ടോ. മനസ്സിലാവില്ല. അതെ അത് പക്ഷെ ഒന്നുമില്ല എന്ന് തോന്നുന്നു. അത് നോർമലാണ്. ഇതതെ അത് നോർമലാ. അതും നോർമലാ. പറയില്ല നീ തന്നെ പറയും. ഓക്കെ നോർമലേ പറയണ്ട. പറയട്ടെ. ഫ്രണ്ട്സ് അപ്പൊ അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതെന്താണ്? അത് സ്പൈസി മിറ്റോ ചാൻഡ്രിയ. ഇനി അടുത്തത് അത് നോക്കിക്കോ. കിളി പോവില്ല. അതിന് ആരോ നല്ല എരിവ് കഴിക്കുന്ന ആളായതുകൊണ്ട് കുഴപ്പമില്ല. മുത്തൂസ് ആരോന്റെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കാണ് കേട്ടോ അത് കഴിച്ചിട്ട്. അതില് 2 പാക്കറ്റ് മസാല ഉണ്ടായിരുന്നു. നല്ലൊരു റെഡ് കളർ വെള്ളം ഉണ്ടായിരുന്നു. എന്തോ ഒരു ഓയില് ഫീൽ ചെയ്യില്ല അല്ലേ? അടുത്തത് ആരോഗ്യത്തിലാവുന്നു. ആ ശരി. അടുത്തത് ആരവ് നോക്കാണ്. സൂപ്പർ ആരവ് സൂപ്പർ. ഇനി അടുത്തത് ഇടാ എടുക്കടത്. ആരവിനല്ല സൂപ്പറാണ് കേട്ടോ. കഴിച്ചിട്ട് അടുത്തത് അതെ. ആരോണം ആരവും എരിവ് ഒരുവിധം കഴിക്കുന്നതാണ് കേട്ടോ. അത് കാരണം അവർക്ക് കൂടി പോവില്ല. ഓക്കെ ഇല്ല. ആ അത് 2 നോർമലാണ്. ഇതിന് മതിയല്ലേ? ഞാൻ അടുത്തത് അടുത്തത് ആരവ് ടെസ്റ്റ് ചെയ്യാൻ പോണേ. ആരവിന് എരിവുള്ളത് ഇഷ്ടായേ. അപ്പൊ നിങ്ങള് 3 ആള് നിക്ക. കണ്ണടച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തുമ്പോ തൊട്ടിട്ട് അത് ഫിനിഷ് ആക്കിക്കോ. ഏതെങ്കിലും ഒരെണ്ണത്തിന് തൊട്ട് ഫിനിഷ് ആക്കി. കണ്ണടച്ചിട്ട് ആരവേ നിക്കളെ. കണ്ണടച്ചിട്ട് ഏതെങ്കിലും അതെ കണ്ണടക്കി മനസ്സിലായില്ലേ? അത് ആരോടെ തിരിച്ചെത്തിയാണ് ഫുൾ ഷഫിൾ ചെയ്യാം നമുക്ക്. തിരിച്ചെത്താണ് ആരാ ഫസ്റ്റ്? നിനക്ക് അതിന് എരിവില്ല. അവിടെ തല്ലൂട്ടാണ് ആരാണ് ഫസ്റ്റ് നിക്കുന്നത് കേട്ടോ. അപ്പൊ മുത്തൂസ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുകയാണ്. കണ്ണടച്ച ഒരാൾ എടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. ഓരോ ഇല്ല പാക്കറ്റ് കണ്ടാ നമ്മൾ കണ്ണടച്ചിട്ടല്ലേ തൊടുന്നേ. അപ്പൊ മനസ്സിലാവില്ല. ഓക്കെ ഓക്കെ കഴിച്ചോ. കണ്ണടച്ചിട്ട് വന്നോ. വായോ കണ്ണടച്ചിട്ട് വാ. ഏതെങ്കിലും ഒരെണ്ണം എടുത്തോ. തൊട്ടോ ഏതെങ്കിലും ആ കസാര മാറ്റിയിട്. ഏതാണ് അതാ? ഓക്കെ ഓക്കെ കഴിച്ചോ. ഇനി ആരോൺ ആദ്യം അത് ആക്ക്. അത് ആരവെടുത്തോ മിൽക്ക് വെക്ക്. ഇനി ആരോണാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ ആരോൺ
കമോൺ. കണ്ണ് കിട്ടാ. ഓക്കെ, അത് മര്യാദക്ക് എനിക്ക് നന്നായി കാണാൻ പറ്റുന്നുണ്ട്. കാണണ്ട അപ്പൊ. ആ ഓക്കെ. ഏതാണ് എടുത്താ? ഓക്കെ, ഒരെണ്ണം ആരോണ് എടുത്തു. ഇനി മുത്തൂസ്. ശരി, ആരെയും ഷഫ്ലൈ എരിവുള്ളത് കിട്ടുകയാണെങ്കിൽ മുത്തു ചേച്ചി ഇനി പാടൂ. ഇത് എടുത്തു കഴിഞ്ഞിട്ട് നീ ആവശ്യമുള്ളത് എടുത്തോട്ടെ. ആരവേ. അപ്പൊ ആരവ് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. മുത്തൂസിന് എരിവുള്ളത് കിട്ടണമെങ്കിൽ പണി കിട്ടും. വായ്. കഴിഞ്ഞു, പോരെ? കൊണ്ടുപോയടാ. ഓ, എടുത്തോളൂ. ഇവിടെ ഓൾറെഡി എടുത്തു. ഇത് അല്ല അതിന്റെ എടുത്തോ. അതിനൊരുമില്ല. ഏതാ സാധനം? വാങ്ങിക്കുക, കുഴപ്പമില്ല, ഒപ്പിക്കാം. ഓക്കെ, അപ്പൊ 3 പേര് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഞങ്ങൾ ഇത് ഫിനിഷ് ആക്കട്ടെ കേട്ടോ. എല്ലാവരും കൂടെ ഇത് ഫിനിഷ് ആക്കാണ്. അതിനിവിടെ നമ്മുടെ നിതമേമ വന്നിട്ടുണ്ട്. നിതമേമ വീഡിയോ പിടിക്കാനൊന്നും ഇല്ല കേട്ടോ. അപ്പോ ഞങ്ങൾ ഇനി ഇതെല്ലാവരും കൂടി ഫിനിഷ് ആക്കാണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ.